അപ്പോൾ ഫൈലോജനറ്റിക് ട്രീ ഓർ എവല്യൂഷണറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഫൈലോജനറ്റിക് ട്രീ അല്ലെങ്കിൽ എവല്യൂഷണറി ട്രീ എന്ന് പറഞ്ഞാൽ. അതായത് ഡയഗ്രാം യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമോങ് ഓർഗാനിസംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫൈലോജനറ്റിക് ട്രീസ് ആണ് കാണാൻ പറ്റുക. റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീയും അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീയും. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ഫൈലോജനറ്റിക് ട്രീസ് ആണ് ഉള്ളത്. റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീയും അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീയും. റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസത്തിന് എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ടാവും. ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഫൈലോജനറ്റിക് ട്രീ ആണ് റൂട്ടഡ് ട്രീ എന്ന് പറയുന്നത്. അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ് തമ്മിൽ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ അവർ തമ്മിലൊരു റിലേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്ററെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ഫൈലോജനറ്റിക് ട്രീയാണ് നമ്മൾ അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതൊക്കെ ഓർഗാനിസംസ് ABCD എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയും. അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ. ഇവിടെ നമുക്കൊരു കോമൺ ആൻസിസ്റ്ററെ കാണാൻ വേണ്ടി പറ്റില്ല, റൂട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഇനി റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗാനിസംസ് എല്ലാം ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ലൈനിൽ നിന്നാണ്. അതിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. അതാണ് കോമൺ ആൻസിസ്റ്റർ. ആ ഒരു എല്ലാം ഇവോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു സിംഗിൾ ലൈൻ. ഇതിനെ നമ്മൾ റൂട്ടഡ് ട്രീ എന്ന് പറയും. അൺറൂട്ടഡ് ട്രീയും റൂട്ടഡ് ട്രീയും. ഇവിടെ ഇതാ ഓർഗാനിസംസ് എല്ലാം ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്ററിൽ നിന്നാണ്. ആ ഒരു കോമൺ ആൻസിസ്റ്റർ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഫൈലോജനറ്റിക് ട്രീയെ നമ്മൾ അൺറൂട്ടഡ് ട്രീ എന്ന് പറയും. കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള ഓർഗാനിസം അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് റൂട്ടഡ് ട്രീ എന്ന് പറയുന്നത്. റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫൈലോജനറ്റിക് ട്രീ ആണ്. ഒന്നാമത്തെ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ കോമൺ റൂട്ട്. ഒരു കോമൺ റൂട്ടിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസിൻ്റെ ബേസിൽ ഫൈലോജനറ്റിക് ട്രീനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള റൂട്ടഡ് ട്രീയും അൺറൂട്ടഡ് ട്രീയും തന്നെയാണ് വരുന്നത്. റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീയും അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീയും. റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറഞ്ഞാൽ ഹാവ് എ സ്പെസിഫൈഡ് റൂട്ട് നോഡ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ കോമൺ ആൻസിസ്റ്റർ ഓഫ് ഓൾ ദ ഓർഗാനിസംസ് ഇൻ ദ ട്രീ. അതായത് ഇതാണ് നമ്മളൊരു റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇതായിരിക്കും ഈ ഏറ്റവും ബേസിൽ കാണുന്നതാണ് കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഈ കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ബാക്കിയുള്ള ഓർഗാനിസംസ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ABC എന്നിങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെയാണ്. അത്തരത്തിലുള്ള ഫൈലോജനറ്റിക് ട്രീനെയാണ് നമ്മൾ റൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. അടുത്തത് അൺറൂട്ടഡ് ട്രീ. ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഡു നോട്ട് ഹാവ് എ സ്പെസിഫൈഡ് റൂട്ട് നോഡ് ആൻഡ് ഷോ ഓൺലി ദ ബ്രാഞ്ചിങ് പാറ്റേൺ ഓഫ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതായത് ഇവിടെയുള്ള ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്റ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യില്ല, പക്ഷേ ഈ ഓർഗാനിസംസ് തമ്മിൽ എന്തോ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഓർഗാനിസത്തിന് ABCD എന്നിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഇല്ല. അത്തരത്തിലുള്ള ഫൈലോജനറ്റിക് ട്രീ ആണ് നമ്മൾ അൺറൂട്ടഡ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് പറയുകയാണെങ്കിൽ ഈ റൂട്ടഡ് ആൻഡ് അൺറൂട്ടഡ് ട്രീ തന്നെ നമുക്ക് എഗെയിൻ ഡിവൈഡ് ചെയ്യാം. ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയും മൾട്ടിഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയും. അതായത് ഈ റൂട്ടഡ് ട്രീയും
അൺറൂട്ടഡ് ട്രീയും എയ്തർ ബൈഫർക്കേറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ മൾട്ടിഫർക്കേറ്റിംഗ് ആയിരിക്കാം. അതായത് റൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയുമുണ്ട്, അൺറൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയുമുണ്ട്. സെയിം അതുപോലെ തന്നെ റൂട്ടഡ് മൾട്ടിഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയുമുണ്ട്, അൺറൂട്ടഡ് മൾട്ടിഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയുമുണ്ട്. അത് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. ഒന്നാമത്തേത് നമ്മൾ പറയുന്ന റൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീ. ബൈഫർക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും ബൈ ടു ബ്രാഞ്ചസ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. റൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീ ഷോ എവല്യൂഷണറി റിലേഷൻഷിപ്സ് വെർ ആസ് എ സിംഗിൾ റൂട്ട് ബ്രാഞ്ചസ് ഇൻറ്റു എക്സാക്ട്ലി ടു ഡിസെൻഡൻറ്റ് ലീനിയേജ് അറ്റ് എവരി ഇൻറ്റേർണൽ നോഡ്. അതായത് ഈ ഒരു പിക്ചർ നോക്കാം നമുക്ക്. ഓരോ ബ്രാഞ്ചസും കറക്റ്റ് 2 ഡിസെൻഡൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. 2 ഡിസെൻഡൻ്റാണ് അതിൽ നിന്ന് എവോൾവ് ചെയ്ത് വരുന്നത്. എക്സാക്ട്ലി 2 ഡിസെൻഡൻറ്റ് ലീനിയേജ് അറ്റ് എവരി ഇൻറ്റേർണൽ നോഡ്. അതാണ് റൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. റൂട്ടഡ് എന്ന് പറഞ്ഞാൽ റൂട്ടുള്ള ഫൈലോജനറ്റിക് ട്രീ. അപ്പോൾ അൺറൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഇത് തന്നെ. അതായത് 2 ബ്രാഞ്ചസ് ആയിട്ടാണ് മാറുന്നത്, പക്ഷെ അവർക്ക് എന്താ റൂട്ടില്ല. അൺറൂട്ടഡും റൂട്ടഡും നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ അൺറൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറൂട്ടഡ് ആയിരിക്കും. പിന്നെയുള്ളത് നമ്മുടെ ബൈഫർക്കേറ്റിംഗ് ടു ബ്രാഞ്ചസ് ആയിരിക്കും. റൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീ പോലെ തന്നെ, പക്ഷേ അൺറൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റൂട്ടില്ല, ഒരു കോമൺ ആൻസെസ്റ്റർ ഇല്ല. അടുത്തത് മൾട്ടിഫർക്കേറ്റിംഗ് റൂട്ടഡ് ട്രീയും മൾട്ടിഫർക്കേറ്റിംഗ് അൺറൂട്ടഡ് ട്രീയും. അപ്പോൾ ബൈഫർക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 ബ്രാഞ്ചസ് ആണല്ലോ. അപ്പോൾ മൾട്ടിഫർക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2 ബ്രാഞ്ചസ് ആയിരിക്കും. മൾട്ടിഫർക്കേറ്റിംഗ് റൂട്ടഡ് ട്രീ എന്ന് പറഞ്ഞാൽ റൂട്ടഡ് ട്രീയുടെ ബ്രാഞ്ചസ് മോർ ദാൻ 2 ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും ഇവോൾവ് ചെയ്യുന്നത്. സെയിം ആസ് അൺറൂട്ടഡ് മൾട്ടിഫർക്കേറ്റിംഗ് ട്രീ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ബ്രാഞ്ചസ് ആയിരിക്കും ഇവോൾവ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ നോക്കുക. ഇവിടെ നമ്മൾ 2 ബ്രാഞ്ചസ് ആയിട്ടാണ് ഇവോൾവ് ചെയ്യുന്നത്. ഇതാണ് ബൈഫർക്കേറ്റിംഗ് എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്തെ പിക്ചറിൽ ഇവിടെ നോക്കുക, 3 ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് മൾട്ടിഫർക്കേറ്റിംഗ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ബൈഫർക്കേറ്റിങ്ങും ഉണ്ടാകും, മൾട്ടിഫർക്കേറ്റിങ്ങും ഉണ്ടാകും. റൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ട്രീയുമുണ്ട്, അൺറൂട്ടഡ് ബൈഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയുമുണ്ട്. റൂട്ടഡ് മൾട്ടിഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയുമുണ്ട്, അൺറൂട്ടഡ് മൾട്ടിഫർക്കേറ്റിംഗ് ഫൈലോജനറ്റിക് ട്രീയുമുണ്ട്. റൂട്ടഡും അൺറൂട്ടഡും മനസ്സിലായല്ലോ. അപ്പോൾ ബൈഫർക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബ്രാഞ്ചസ് ആയിരിക്കും. മൾട്ടിഫർക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2 ബ്രാഞ്ചസ് ആയിരിക്കും. അത്രയുമാണ് ഇവിടെ ഓർത്ത് വയ്ക്കാനുള്ളത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ഓൺ ദ ബേസിസ് ഓഫ് ടോപ്പോളജി. ടോപ്പോളജിയുടെ ബേസിസിൽ ഫൈലോജനറ്റിക് ട്രീനെ ക്ലാസിഫൈ ചെയ്താണ് നമുക്ക് നോക്കാനുള്ളത്. ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ട്രീയുടെ സ്ട്രക്ചർ, ട്രീ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ടോപ്പോളജി ഫൈലോജനറ്റിക് ട്രീനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലാഡോഗ്രാം, ഫൈലോഗ്രാം, ഡെൻഡോഗ്രാം, ക്രോണോഗ്രാം ആൻഡ് ഡാൽഗ്രീനോഗ്രാം. ഫസ്റ്റ് നമ്മൾ ക്ലാഡോഗ്രാം എടുക്കുകയാണെങ്കിൽ ക്ലാഡോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫൈലോജനറ്റിക് ട്രീ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിൽ നമ്മൾ എ എന്ന ഓർഗാനിസവും ഇവിടെ ബിയും റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാഡോഗ്രാമിനകത്ത് ഇവർ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ക്ലാഡോഗ്രാം ഡിസ്പ്ലേസ് ഓൺലി ബ്രാഞ്ചിങ് പാറ്റേൺ ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇവർ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്.
അടുത്തത് ഫൈലോഗ്രാം. ഫൈലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടാതെ എവല്യൂഷണറി ടൈം പീരീഡും കൂടെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഫൈലോഗ്രാമിനകത്ത് എവല്യൂഷണറി ടൈം പീരീഡും കൂടെ റെപ്രസെൻ്റ് ചെയ്യും. അതാണ് ഓർത്ത് വെക്കാനുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതുപോലൊരു ട്രീ വരയ്ക്കുകയാണെങ്കിൽ എ ബി, ഈ ഫൈലോഗ്രാമിൻ്റെ ബ്രാഞ്ചസ് തമ്മിൽ ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ട്. എ ബ്രാഞ്ചിനേക്കാൾ കൂടുതലാണ് ബി ഓർഗാനിസം നിൽക്കുന്ന ബ്രാഞ്ച്. അതായത് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈം പീരീഡാണ്, എവല്യൂഷണറി ടൈം പീരീഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫൈലോഗ്രാം represents the evolutionary relationship among the organism by showing both the branching pattern and the amount of evolutionary change. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ഡെൻഡ്രോഗ്രാം. ഡെൻഡ്രോഗ്രാമിൽ കൂടുതലായിട്ട് ഓർത്ത് വെക്കാനൊന്നുമില്ല. ഡെൻഡ്രോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹയറാർക്കൽ റിലേഷൻഷിപ്സും ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റീസുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൻഡ്രോഗ്രാമിൽ. ഡെൻഡ്രോഗ്രാം ട്രീ ലൈക്ക് ഡയഗ്രാം that visually represents the hierarchical relationships and similarities between organisms. അടുത്തത് നോക്കാനുള്ളതാണ് ക്രോണോഗ്രാം. ക്രോണോഗ്രാമും സെയിം ഫൈലോഗ്രാം പോലെ തന്നെയാണ്. അതിലും റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈം പീരീഡാണ്. അതാണ് ഓർത്ത് വെക്കേണ്ടത്. എവല്യൂഷണറി ടൈമും കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ക്രോണോഗ്രാം ഈസ് എ ഫൈലോജനി ദാറ്റ് എക്സ്പ്ലിസിറ്റ്ലി റെപ്രസെൻറ്റ്സ് ടൈം ത്രൂ ഇറ്റ്സ് ബ്രാഞ്ചസ്. ആ ഒരു എവല്യൂഷണറി ടൈമും കൂടെ ക്രോണോഗ്രാമിലും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് വളരെ സിമ്പിളാണ്. ഡാൽഗ്രീനോഗ്രാം represents a cross section of a phylogenetic tree. ഒരു ഫൈലോജെനറ്റിക് ട്രീയുടെ ഒരു പോർഷൻ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാൽഗ്രീനോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു ഫൈലോജെനറ്റിക് ട്രീയുടെ ക്രോസ് സെക്ഷൻ, നമ്മൾ ക്രോസ് സെക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇത് ഒരു ഫൈലോജെനറ്റിക് ട്രീ അല്ലേ, ഇതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ഡാൽഗ്രീനോഗ്രാം എന്ന് പറയുന്നത്. ഡാൽഗ്രീനോഗ്രാം ഒരു എൻ്റയർ ഫൈലോജെനറ്റിക് ട്രീ അല്ല, ആ ഫൈലോജെനറ്റിക് ട്രീയുടെ ഒരു പോർഷനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡാൽഗ്രീനോഗ്രാം എന്ന് പറയുന്നത്. റെപ്രസെൻറ്റ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ഫൈലോജെനറ്റിക് ട്രീ. അപ്പോൾ അത്രയാണ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ടോപ്പോളജിയിൽ പറയാനുള്ളത്. അടുത്തത് ഫൈലോജെനറ്റിക് ട്രീയുടെ കൺസ്ട്രക്ഷനാണ് നമുക്ക് നോക്കാനുള്ളത്. കൺസ്ട്രക്ഷൻ ഓഫ് ഫൈലോജെനറ്റിക് ട്രീ.